وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فيا عباد الله أوصيكم ونفسي بتقوى الله أحذركم عن مخالفته وعصيانه. قال الله تعالى في كتابه الحكيم: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം പാലിക്കേണ്ട വിധിവിലക്കുകൾ പൂർണ്ണമായും പാലിച്ചു മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മുൻഗാമികളായ സജ്ജനങ്ങളായ ബന്ധുക്കൾ, ആ യാത്രാ സംഘം അവരുടെ യാത്രക്കൊടുവിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പെടുകയും അവരുടെ മുമ്പിൽ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അവയൊക്കെ തട്ടി മാറ്റിയിട്ടാണ് അവർ ലക്ഷ്യത്തിലെത്തിയിട്ടുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അവൻ്റെ മുമ്പിൽ ധാരാളം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ തടസ്സങ്ങളെ അതിൻ്റേതായ രീതിയിൽ വകവെക്കാതെ തട്ടി മാറ്റിയെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു: അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്ന അല്ലാഹു അല്ലദീന സ്വദഖൂ വലയഅലമന്ന അൽ-കാദിബീൻ. ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അവരെ വിട്ടേക്കുമെന്ന്? എന്ന് പറഞ്ഞാൽ വിശ്വാസികളാണെന്ന് അവകാശപ്പെട്ടതുകൊണ്ട് മാത്രം അവർക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുമോ? പരീക്ഷണങ്ങൾക്ക് വിധേയരാവാതെ ഇവർക്ക് മുമ്പുള്ള കഴിഞ്ഞു പോയിട്ടുള്ള ജനങ്ങളെയൊക്കെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് ഞങ്ങൾ വിശ്വാസികളാണെന്ന വാദത്തിൽ അവർ സത്യസന്ധരാണോ അതോ അവർ വ്യാജം പറയുന്നവരാണോ എന്ന് അല്ലാഹുവിന് അറിയാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ നാം വിശ്വാസികളായി ഒരു മതത്തിൻ്റെ ആളുകളായി മാറി നിന്നതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. നമ്മുടെ പൂർവികരായ സജ്ജനങ്ങൾ അവർ ലക്ഷ്യസ്ഥാനത്തെത്തിയതുപോലെ എത്തണമെങ്കിൽ ഈ പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവയെ തട്ടിമാറ്റി നാം ലക്ഷ്യത്തിലെത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്.
നമുക്ക് ഒരു ഹദീസിൽ കാണാൻ കഴിയും, അൽ മുഅ്മിനു ബൈന ഖംസി ശദാഇദ് മുഅ്മിനുൻ യഹ്സുദുഹു വമുനാഫിഖുൻ യുബഗിദുഹു വകാഫിറുൻ യുഖാതിലുഹു വശൈത്വാനുൻ യുദില്ലുഹു വനഫ്സുൻ തുനാസിബുഹു. ഒരു വിശ്വാസി 5 പ്രയാസങ്ങൾക്കിടയിലാണ്. 5 തടസ്സങ്ങളുടെ മുമ്പിലായിരിക്കും ഒരു വിശ്വാസി ഉണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാൾ ജീവിതത്തിലേക്ക് ഇറങ്ങിയാൽ അവന്റെ ലക്ഷ്യത്തിന്റെ ഇടയിലുള്ള വഴിയിൽ, ലക്ഷ്യത്തിന്റെ ഇടക്ക് 5 തരം ദുശക്തികളുണ്ടായിരുന്നു പരീക്ഷണത്തിന് വേണ്ടി. ഏതൊക്കെയാണത്? മുഅ്മിനുൻ യഹ്സുദു, ഈ വിശ്വാസിയോട് അസൂയ വെക്കുന്ന മറ്റൊരു വിശ്വാസി. അസൂയ വെക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. ഒരു വിശ്വാസിക്ക് അവന്റെ മുമ്പിൽ മറ്റൊരു വിശ്വാസി തടസ്സമാണ്. ആ വിശ്വാസിക്ക് ചിലപ്പോൾ അസൂയയുണ്ടാകാം. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. രണ്ടാമതായി ഇവ മുനാഫിഖുൻ യുബഗിദുഹു, ഈ വിശ്വാസിയോട് പകവെച്ചുകൊണ്ടിരിക്കുന്ന കപട വിശ്വാസി. അവസരങ്ങൾ കിട്ടുമ്പോൾ അത് മുതലെടുത്തുകൊണ്ട് വഞ്ചിക്കണമെന്ന് എന്ന ഉദ്ദേശത്തോടുകൂടെ നടക്കുന്നവരാണ് കപട വിശ്വാസി. അത് ഒരു വിശ്വാസിയുടെ മുമ്പിലുള്ള ഒരു തടസ്സമാണ്. വകാഫിറുൻ യുഖാതിലുഹു, ഇവരോട് യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യനിഷേധി. ഇതാണ് മൂന്നാമതായിട്ട്. പരസ്യമായി ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ട് യുദ്ധത്തിലേർപ്പെട്ട സത്യനിഷേധി. നാലാമത്തേത് ശൈത്വാനു യുദില്ലുഹു, വഴിതെറ്റിക്കുന്ന പിശാച്. അഞ്ചാമത്തേത് വനഫ്സുൻ തുനാസിബുഹു, ഇവരോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്. ഒരു വിശ്വാസിയോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്. ഈ 5 പരീക്ഷണങ്ങളുടെ ഇടയിലായിരിക്കും ഒരു വിശ്വാസി ഉണ്ടാകുക എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഇതിൽ ആദ്യത്തെ 3 നമുക്ക് കാണാനും പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന ശത്രുക്കളാണ്, അല്ലെങ്കിൽ നമ്മുടെ എതിരാളികളാണ്. ഈ അവസാനമായി പറഞ്ഞ 4-ാമത്തെയും 5-ാമത്തെയും പിശാചും മനസ്സും, ഇത് നമുക്ക് ബാഹ്യമായി കാണാൻ കഴിയില്ല. ബാഹ്യമായി പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ തട്ടിമാറ്റാനോ സാധ്യമല്ലാത്ത ശത്രുവാണ്. അതുകൊണ്ട് ഇവയെ എങ്ങനെ നേരിടണം, ഇതാണ് നാം ഈ അവസരത്തിൽ മനസ്സിലാക്കിയത്. ഒരു മനുഷ്യന്റെ പോരാട്ടത്തിന്റെ, നേരത്തെ പറഞ്ഞ ശത്രുക്കളുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ തടസ്സങ്ങളെ തട്ടിമാറ്റുന്നതിന് മുമ്പിലുള്ള ശക്തി അതവന്റെ മനസ്സാണ്. ആ മനസ്സിന് ശക്തി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈമാനാണ്. അതിനാണ് ഈമാൻ കാര്യങ്ങൾ വെച്ചിട്ടുള്ളത്. അത് ചൊല്ലിപ്പറയാൻ മാത്രമല്ല, ചൊല്ലിപ്പറഞ്ഞത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ദൃഢമായ വിശ്വാസം ഉണ്ടാകുമ്പോൾ ആ വിശ്വാസം മനസ്സിന് ശക്തി കൊടുക്കും. അപ്പോൾ എല്ലാവിധ ശത്രുക്കളോടും എതിരാളികളോടും പോരാടാനും അവയെ തട്ടിമാറ്റി ലക്ഷ്യത്തിലെത്താനും കഴിയും. മനസ്സിന് ശക്തിയാണ് വേണ്ടത്. അതിനാണ് വിശ്വാസ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ മനസ്സ് ദുർബലമാകുമ്പോൾ ഈ മനസ്സും പിശാചും തമ്മിൽ പരസ്പര ബന്ധമുള്ളതാണ്. പിശാച് ശക്തിയുള്ളൊരു വസ്തുവാണ്. പക്ഷേ ശക്തിയുള്ളവർ വേറൊരു ശക്തിനെ കീഴ്പ്പെടുത്തുക സ്വാഭാവികമല്ല. ദുർബലരെയായിരിക്കും ശക്തിപ്പെടുത്തുക. ഏതൊരാളും അല്ലെങ്കിൽ ഏതൊരു ശക്തിയും മറ്റുള്ളവരുടെ ദൗർബല്യം എവിടെയാണോ അത് മുതലെടുത്തായിരിക്കും അയാളെ അമർച്ച ചെയ്യുക, കീഴ്പ്പെടുത്തുക. ഇത് സ്വാഭാവികമാണ്. അപ്പൊ മനസ്സ് ദുർബലമാണോ എന്ന് നോക്കൂ. അവിടെ പിശാച് കടന്നുപോകും. അതുകൊണ്ട് ഹൃദയം അല്ലെങ്കിൽ മനസ്സ് എന്നുള്ളത് അതൊരു വലിയ കോട്ടയായിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ശക്തമായ കോട്ടയായി അത് നിലനിൽക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ മനസ്സിന്റെ അടിത്തട്ടിൽ ആ വിശ്വാസത്തിന്റെ വലുപ്പമനുസരിച്ച്, അതിന്റെ വൈപുല്യമനുസരിച്ച്, അല്ലെങ്കിൽ അതിന് ശക്തി അനുസരിച്ച് അവിടെ കാവൽക്കാരായി നിൽക്കും. ആ വിശ്വാസം ഹൃദയമാകുന്ന കോട്ടയുടെ ഉള്ളിൽ ശത്രുക്കൾ കടന്നു വരാതിരിക്കാനുള്ള ശക്തിയായിട്ട് അവരെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കും.
പക്ഷെ മനസ്സ് ദുർബലമാണെങ്കിൽ ആ കോട്ടക്കകത്ത് ഉള്ള കാവൽക്കാരെ തട്ടിമാറ്റി പിശാച് അവിടെ കടന്നുകൊണ്ടു. അതുകൊണ്ട് പിശാച് മനസ്സിലേക്ക് കടന്നുകൊള്ളുന്ന കവാടങ്ങൾ ഏതൊക്കെയാണ്? ഈ മനസ്സിന്റെ അവസ്ഥ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ബാഹ്യശക്തിയല്ല. നമുക്ക് ബാഹ്യമായ രീതിയിൽ അതിനെ ഒതുക്കാൻ കഴിയില്ല. പിശാചും അതുപോലെ തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ആയുധം കൊണ്ട് പിശാചിനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ അവൻ ഉള്ളിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സും പിശാചും തമ്മിൽ അങ്ങേയറ്റം ബന്ധമുണ്ട്. പിശാച് കടന്നുകൂടുന്നത് ദുർബല മനസ്സുകളിലാണ്. മനസ്സാകുന്ന കോട്ടക്കകത്തേക്ക് പിശാച് കയറിക്കൂടുന്നത് ദുർബലമായ കവാടങ്ങളിലൂടെയാണ്. അതുകൊണ്ട് അതിന്റെ കവാടങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായി അതിന്റെ ഏറ്റവും വലിയ കവാടം ദുർബലമാകുന്നത്, അല്ലെങ്കിൽ കാവൽക്കാർ ദുർബലമാകുന്നത് ആ മനസ്സിന്റെ ദേഷ്യം എന്നുള്ള ആ ഗുണത്തിലൂടെയാണ്, ആ വികാരത്തിലൂടെയാണ്. ഒരുപാട് വികാരങ്ങളുണ്ട് മനുഷ്യന്. അതിൽപ്പെട്ട ഒന്നാണ് ദേഷ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് ധാരാളം കാണാൻ കഴിയും. വൽകാലിമീനൽ ഗൈബ്, ഇതാ സ്വർഗം ഒരുക്കി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. അത് ആർക്കുള്ളതാണ്? ചില ഭക്തിജനങ്ങൾക്കുള്ളതാണ്, മുത്തഖീങ്ങൾക്കുള്ളതാണ്. ആ മുത്തഖീങ്ങളുടെ പ്രത്യേകതകൾ എണ്ണുമ്പോൾ പറയുന്നു വൽകാലിമീനൽ ഗൈബ്, ദേഷ്യം അടക്കി വെക്കുന്നത്. ദേഷ്യമില്ലാത്തവനെന്നല്ല, ദേഷ്യമില്ലാത്തവൻ ഒരിക്കലും വിശ്വാസിയല്ല, മനുഷ്യനെയല്ല, അല്ലെങ്കിൽ അവൻ ജീവി തന്നെയല്ല. ദേഷ്യമുണ്ടായിരിക്കണം, പക്ഷെ അത് അടക്കേണ്ടിടത്ത് അടക്കാനും പ്രകടിപ്പിക്കേണ്ടിടത്ത് പ്രകടിപ്പിക്കാനും കഴിയണം. അങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളത്, സമയബന്ധിതമായി നിയന്ത്രിക്കുക, അതാണ് ഒരു വിശ്വാസം യഥാർത്ഥത്തിൽ ഉണ്ടാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഇൻസാൻ, മനുഷ്യൻ എപ്പോൾ ദേഷ്യം വെക്കുന്നുവോ അവനിൽ പിശാച് കളിച്ചുകൊണ്ടിരിക്കും. ഒരു പന്ത് കിട്ടിയാൽ ഒരു കുട്ടി എപ്രകാരം കളിച്ചുകൊണ്ടിരിക്കുമോ അതേപോലെ മനുഷ്യന്റെ മനസ്സുകൊണ്ട് അവൻ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ദേഷ്യം പിടിക്കുന്ന സമയത്തിൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പ്രവർത്തിച്ചു എന്ന് പോലും അറിയില്ല. ചില ഭർത്താക്കന്മാരൊക്കെ ഭാര്യയോട് ദേഷ്യം പിടിച്ചുകൊണ്ട്, നിസാര കാര്യങ്ങൾക്ക് ദേഷ്യം പിടിച്ചുകൊണ്ട് മൂന്നും ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കേസുകൾ വരാറുണ്ട്. അപ്പൊ ആ ദേഷ്യത്തിൽ എന്താ പറഞ്ഞത്, എന്താ ചെയ്തതെന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ മൂന്നും ചൊല്ലി ഇവള് പിരിഞ്ഞു പോയില്ലേ, പക്ഷെ ഇവളോടൊത്ത് ജീവിക്കണമല്ലോ, അതിനല്ല മാർഗവുമുണ്ട് ഉസ്താദേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതേപോലെ പലതും ദേഷ്യം പിടിക്കുമ്പോൾ നാം ചെയ്തത് അതും കൂടെ ദേഷ്യം അടങ്ങിയിട്ടുള്ള ഒരു സമയത്ത് നാം പരിശോധിക്കുമ്പോൾ അതെത്രമാത്രം ബുദ്ധിശൂന്യമായിരുന്നു എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ദേഷ്യം പിടിക്കുമ്പോൾ അവിടെ പിശാച് മനസ്സിന്റെ കോട്ട ദുർബലമാവുകയും അവിടെ കാവൽക്കാരെ തകർത്തുകൊണ്ട് പിശാച് കയറിക്കൊടുകയും ചെയ്യും. രണ്ടാമതായി വികാരം, കാമം അല്ലെങ്കിൽ വികാരം എന്ന് പറയുന്ന വസ്തു, അത് ജീവികളുടെ സ്വാഭാവികമാണ്, എല്ലാ ജീവികൾക്കും ഉള്ളതാണ്. അതിന് അതിൻ്റെതായ പല ലക്ഷ്യങ്ങളുമുണ്ട്. മനുഷ്യന്റെ ഒരു സുഖത്തിന് വേണ്ടിയാണ് അല്ലാഹു വികാരം ഉണ്ടാക്കി വെച്ചത്. അതേപോലെ പ്രജനനത്തിന്റെ മറ്റൊരു കാരണമാണ് വികാരം എന്നുള്ളത്. അത് എല്ലാ ജീവികളിലും ഉള്ളതാണ്. അതിനെയും ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയേണ്ടതുണ്ട്. സാധാരണ പറയാറുണ്ടല്ലോ, കാമത്തിന് കണ്ണില്ല എന്നുള്ളത്. ഈ കാമം ശമിക്കുമ്പോഴാണ് പലപ്പോഴും പിന്നീട് അപകടങ്ങൾ വരുമ്പോൾ എത്രമാത്രം മോശമായ കാര്യമാണ് ഞാൻ ചെയ്തത് എന്ന് ബുദ്ധിയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ കണ്ണില്ലാതെ പലതും പ്രവർത്തിക്കാൻ കാരണമാകുന്നതാണ് വികാരം എന്നുള്ളത്. ഈ വികാരം അതിനെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയും. വിശ്വാസം ദുർബലമാകുമ്പോൾ കോട്ടയുടെ വാതിലുകൾ ദുർബലമാവുകയും അവിടെയുള്ള കാവൽക്കാരെ തട്ടിമാറ്റിക്കൊണ്ട് പിശാച് അവിടെ കയറിക്കൂടുകയും ചെയ്യും. അതുകൊണ്ട് വികാരത്തെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ആധിക്യത്തെ ഇല്ലാതെയാക്കാൻ, അനിയന്ത്രിതമായ വികാരം ഇല്ലാതിരിക്കാൻ ഒരുപാട് നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഇസ്ലാം നൽകുകയുണ്ടായി. ഒന്നാമതായി അശ്ശബർ, വയറ് നിറക്കാതിരിക്കുക എന്നത് നാം പ്രത്യേകമായി ആലോചിക്കേണ്ടത്. വയറ് നിറക്കുമ്പോൾ ഈ വയറെന്ന് പറഞ്ഞാൽ അത് രണ്ട് കേന്ദ്രമാണ്. നമ്മുടെ ആമാശയം എന്ന് പറയും, വയറെന്ന് പറയും. മനുഷ്യന്റെ ആമാശയം അത് രണ്ട് കേന്ദ്രമാണ്. ഒന്ന് രോഗത്തിന്റെ കേന്ദ്രമാണ്, മറ്റൊന്ന് വികാരത്തിന്റെ കേന്ദ്രമാണ്.
രോഗത്തിന്റെ കേന്ദ്രമാണത്, അതേപോലെ വികാരത്തിന്റെ. ഇപ്പോ നോക്കൂ, നമ്മുടെ എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനം അതെവിടെ നിന്നും ഉറവ പൊട്ടിയതായിരിക്കും? ആമാശയത്തിൽ നിന്നായിരിക്കും. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അത് രോഗാതുരമല്ലാതിരിക്കാൻ, ആമാശയം രോഗാതുരമല്ലാതിരിക്കാൻ, ആമാശയത്തിലൂടെ നിയന്ത്രണമില്ലാത്ത വികാരമില്ലാതിരിക്കാൻ, വികാരത്തെ നിയന്ത്രിക്കുന്ന രീതിയിലായിത്തീരാൻ, അത് നടക്കാതിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ 1/3 ഭക്ഷണം കഴിക്കുക, ഒരു ഭാഗം വെള്ളം കുടിക്കുക, ഒരു ഭാഗം വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ട് ഉപേക്ഷിച്ചിടുക. നമ്മുടെ അബൂന അബുൽ ബസർ ആദം അലൈഹിസ്സലാം ഇബ്ലീസ് കീഴടക്കി. ആദം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിന്റെ ആ കോട്ടയ്ക്കകത്ത് ഇബ്ലീസ് കയറിക്കൂടി. എന്നിട്ട് പറയുന്നു, ഇതേപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് പിശാച് കയറിക്കൂടാൻ ഇടയാകരുത് എന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ആദം അലൈഹിസ്സലാം പ്രവർത്തിച്ചു എന്ന് ഖുർആൻ പറയുന്നു. അവിടെ പിശാച് എന്ത് ചെയ്തു? പിശാചിന് തെറ്റ് ചെയ്യിക്കാൻ വേണ്ടി മോഹങ്ങൾ ഉണ്ടാക്കി. ആ മോഹങ്ങൾ നടപ്പാക്കുന്നതിലൂടെ ആദം നബി അലൈഹിസ്സലാം അവിടെ തെറ്റ് ചെയ്യാൻ ഇടയായി. അതെന്താ പറഞ്ഞത്? ഇബ്ലീസ് എന്ത് ജോലിയാണ് ഒപ്പിച്ചത്? ഇതാ ഭക്ഷിക്കണം എന്നാ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ആദം അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും രണ്ടുപേരെയും അവിടെ ജീവിക്കാൻ വേണ്ടി വിട്ടു. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയും മേയാം, എവിടെയും ഭക്ഷിക്കാം, സുഖമായി ജീവിക്കാം. പക്ഷേ ഈ മരത്തിന്റെ പഴത്തോട് നിങ്ങൾ അടുക്കരുത്, ഈ മരത്തോട് നിങ്ങൾ അടുക്കരുത്. അത് തീറ്റിക്കുകയാണ് ഇബ്ലീസ് ചെയ്തത്. പിശാച് അത് തീറ്റിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഭക്ഷണത്തിലൂടെ ഇബ്ലീസ് കയറിക്കൂടി ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്, എന്നിട്ട് കീഴ്പ്പെടുത്തി. അതുകൊണ്ട് നമ്മുടെ ആമാശയം അത് വികാരങ്ങളുടെ കേന്ദ്രമാണ്, രോഗങ്ങളുടെയും കേന്ദ്രമാണ്. നിയന്ത്രിതമല്ലാത്ത വികാരങ്ങൾ ഇന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചു നോക്കുക. ഇന്നല്ല, നമ്മുടെ മൊത്തം മുസ്ലിം സമൂഹം കുറച്ചുകൂടി മുമ്പിലായെന്ന് പറയാം നമ്മുടെ ഈ കേരളത്തിൽ. കാരണം ഏറ്റവും നല്ല വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും ഏറ്റവും നന്നായി ഭക്ഷണം കഴിക്കുന്നതും അത് ഒരു വേള മുസ്ലിങ്ങളാണെന്ന് പറയാം. ഇന്ന് പുതിയ രാത്രി വൈകുന്നേര സമയങ്ങളായി കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ കഫ്തീരിയകളും അതേപോലെ ഹോട്ടലുകളൊക്കെ സജീവമായി റോഡിന്റെ ചാരത്തും അതേപോലെ മറ്റു വലിയ ഹോട്ടലുകളും. എന്നിട്ട് പല തരത്തിലുള്ള വിഭവങ്ങളും അത് കൂടുതൽ ഭക്ഷിക്കുന്നത് നാമാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഭക്ഷണം കൂടുതൽ ആമാശയത്തിലെത്തുമ്പോൾ ആമാശയം അടങ്ങി നിൽക്കില്ല, അതിലൊരുപാട് വികാരങ്ങൾ ഉണ്ടാകും, ഒരുപാട് വികാരങ്ങൾ ഉത്പാദിപ്പിക്കും. അവന് പലതും കൗതുകമുള്ളത് കാണാൻ വേണ്ടി ആഗ്രഹമുണ്ടാകും, പലതും കേൾക്കാൻ ആഗ്രഹമുണ്ടാകും, പലതും ചെയ്യാൻ ആഗ്രഹമുണ്ടാകും. പിന്നെ അതിന്റെ നെട്ടോട്ടമായി, ആദ്യം ഭക്ഷണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമായി. അത് ഉണ്ടാക്കാൻ പണം വേണം, അതുകൊണ്ട് ഏത് രീതിയിലും പണം സമ്പാദിക്കാം. അങ്ങനെ പണം സമ്പാദിക്കുന്നിടത്ത് ഒരു നിയന്ത്രണമില്ലാതെയായി. എത്രയും പെട്ടെന്ന് ഈസി മണി, ഏറ്റവും ചുരുങ്ങിയ അധ്വാനമില്ലാതെ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് കൂടുതൽ പണം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതെത്തിപ്പെട്ടു. ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ഭക്ഷ്യസാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളിടത്താണ് നാം മുമ്പിലുള്ളത്. അങ്ങനെ അവന്റെ ആമാശയങ്ങൾ ഒരുപാട് രോഗങ്ങൾ ഉത്പാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് വികാരങ്ങൾ ഉത്പാദിപ്പിച്ചു. ആ വികാര സമരത്തിന് വേണ്ടിയുള്ള ഓട്ടമായി. അതിന്റെ ദുരന്തമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്താന ലയജ്രി മജ്റദ്ദം. പിശാച് രക്തം പ്രവഹിക്കുന്ന നരമ്പുകളിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഫളയ്യിഖു മജാരിഹി. പിശാച് നടക്കുന്ന സ്ഥലങ്ങളെ നിങ്ങൾ അത് കുടുസാക്കുക. പിശാചിന് നിങ്ങൾ നടക്കാൻ അനുവാദം കൊടുക്കരുത്, വിശാലത കൊടുക്കരുത്. വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും. വിശപ്പും ദാഹവും സഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നമ്മുടെ ശരീരത്തിന്റെ നാഡി നരമ്പുകളിലൂടെ പിശാചിന് നടക്കാൻ സാധ്യമല്ലാതെ വരും. അങ്ങനെ പിശാചിന് നിങ്ങൾ പ്രവേശനം കൊടുക്കരുത്. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലൂടെ അടിഞ്ഞാടാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം അൽ മുഅ്മിനു യൽകുലു ഫീ മിഗ്ഹാൻ, ഒരാമാശയമേ വിശ്വാസി ഭക്ഷണം കഴിക്കുകയുള്ളൂ, ഒരാമാശയം. വൽ മുനാഫിഖു യൽകുലു ഫീ സബഅത്തി അമ്മാർ, കപട വിശ്വാസി 7 ആമാശയം തളർത്തു തിന്നു. 7 ആമാശയം ഉണ്ട് എന്നല്ല, ഒരാമാശയത്തിൽ 7 ഇരട്ടി തളച്ചുകൊണ്ടിരിക്കും കപട വിശ്വാസി. കാരണം അവര് മറ്റു വിശ്വാസമില്ല, അതുകൊണ്ട് അവര് പിശാചിന് ഭയമേ ഇല്ല, പിശാചിനെ പേടിക്കേണ്ടതില്ല, മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല, അള്ളാഹുവിന് തീരെ ഭയമില്ല. എന്നാൽ ഒരു വിശ്വാസി അവന്റെ മാർഗത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന പിശാചിനെ തട്ടിമാറ്റേണ്ടതുണ്ട്. എങ്കിലേ എനിക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ എന്റെ മുൻഗാമികളെ പോലെ എന്ന ബോധത്തോടു കൂടെ അവൻ വിശപ്പ് സഹിക്കാൻ തയ്യാറാകും, ദാഹം സഹിക്കാൻ തയ്യാറാകും. പലപ്പോഴും ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ പലരും വിശപ്പിന് വേണ്ടിയുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുക, ദഹനത്തിന് വേണ്ടിയുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുക. പലരും ഡോക്ടർമാരുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ അവര് ഭക്ഷണം നിയന്ത്രിക്കാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇന്ന സമ്പുഷ്ട ആഹാരം കഴിക്കണം, നിങ്ങൾക്ക് ഇന്നെ കുറവുണ്ട് ശരീരത്തിന് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് ഭക്ഷണം നിയന്ത്രിക്കാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭക്ഷണം നിയന്ത്രിക്കാത്തതിലൂടെ വികാരങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും അവർക്ക് നിയന്ത്രണമില്ലാതെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരവസ്ഥ സംജാതമാകും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അദീമു ഖറബാബിൽ ജന്ന, നിങ്ങളെപ്പോഴും സ്വർഗത്തിന്റെ കവാടങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കണം. യുഫ്തഹു ലക്കും, എങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ അത് തുറക്കും. സ്വർഗം നമ്മുടെ സ്വപ്നമാണത്, സ്വപ്നമായിരിക്കണം. അങ്ങനെ സ്വർഗം നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ഏത് വിവാദത്തെടുക്കുമ്പോഴും ഇതാ അള്ളാഹുവിന്റെ കൽപ്പനയെ ഞാൻ അനുസരിക്കുന്നത്, അള്ളാഹു എനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച ആ സ്വർഗത്തിലെത്താണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കണം, എങ്കിലത് തുറക്കപ്പെടും. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പറയും, കൈഫുദീമു ഖറബാബിൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ എങ്ങനെയാണ് മുട്ടിക്കൊണ്ടിരിക്കുക? ഖാലബിൽ ജൂഇ വൽ, വിശപ്പ് കൊണ്ടും ദാഹം. വിശപ്പിന്റെ സുഖം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ നോമ്പ് തോന്നിയപ്പോൾ നമുക്ക് അതിന്റെ ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനകത്ത് തീരെ ഭക്ഷണം കഴിക്കേണ്ട എന്നല്ല, ഭക്ഷണങ്ങൾക്ക് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, പരലോകത്ത് ഏറ്റവും വിശന്നുകൊണ്ട് കഷ്ടപ്പെടുന്നവർ ദുനിയാവിൽ വയറ് നിറച്ചവരായിരിക്കും. നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചർച്ച എന്താണ്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഭക്ഷണം അത് ഏതാവണം, എങ്ങനെയാവണം എന്നായിരിക്കും. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഭക്ഷണത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഓട്ടവും അതിനു വേണ്ടിയുള്ള ചർച്ചയും സമയവും അധ്വാനവും ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഭക്ഷണത്തിന് വേണ്ടിയാവും. നാളെ പരലോകത്ത് കൂടുതൽ വിശപ്പുണ്ടാവും, അനുഭവിക്കേണ്ടി വരും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും വയറ് നിറച്ചിട്ടില്ല. പ്രവാചകന്റെ ആ വയറ് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. പലപ്പോഴും ഞാൻ ആ ആമാശയം, ആ വയറിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കും, പ്രവാചകന്റെ വയറിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, പ്രവാചകരെ അങ്ങേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയും വെള്ളത്തിന് വേണ്ടിയും ഉള്ളത് അങ്ങേക്ക് ഉണ്ടാക്കിക്കൂടെ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? എടാ, എന്റെ മുൻഗാമികൾ, ആദ്യ നബി അലൈഹി ഇസ്ലാം മുതൽക്കുള്ള ഒരുപാട് പ്രവാചകർ, എന്റെ മുൻഗാമികളായ പ്രവാചകർ, അവർ ഇതിനേക്കാളും കടുത്ത കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അവർ ലക്ഷ്യത്തിലെത്തിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞത്, പല പ്രവാചകന്മാരെയും വാളുകൊണ്ട് കീറുന്ന രണ്ട് പിളർപ്പാക്കുകയുണ്ട്. പലരെയും എറിഞ്ഞു കൊന്നു, പലരെയും തലയെടുത്തു അറുത്തു മാറ്റി. ഇങ്ങനത്തെ കടുത്ത പരീക്ഷണങ്ങളുടെ മുമ്പിൽ പതറാതെ നിന്നുകൊണ്ട് അവർ ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വിശക്കുന്നു, വിശപ്പല്ലേ സഹിക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ മരണപ്പെട്ടുകൊണ്ട് അവരുടെ അടുക്കൽ എത്തുമ്പോൾ അവരെ പോലെ എനിക്ക് സഹിക്കാൻ കഴിയാതിരുന്നാൽ അതെനിക്കൊരു കുറവായി വരും ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു റൊട്ടിയുടെ കഷ്ണം പ്രവാചകൻ ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുത്തു. മോളെ, ഇതെന്താണെന്ന് ചോദിച്ചു.
ഉപ്പ എനിക്ക് ഇപ്പോൾ കിട്ടിയ ഒരു റൊട്ടിയുടെ കഷ്ണം. പ്രവാചകൻ അത് വാങ്ങിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് എന്റെ ഉപ്പ, എന്റെ ഉപ്പയായ അള്ളാഹുവിന്റെ ഈ പ്രവാചകൻ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. 3 ദിവസമായിട്ട് ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് മോളെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. മൂന്നാളും പരസ്പരം അന്വേഷിച്ചു, ഈ ആ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും എത്തിപ്പെടാൻ കാരണം എന്താണ്? എല്ലാവരും പറഞ്ഞു, വിശന്നിട്ട് വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല, അങ്ങനെ പുറപ്പെട്ടത്. അങ്ങനെ ഒരു സഹാബിയുടെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ഭക്ഷണം കിട്ടി. അവിടെ നിന്ന് റൊട്ടിയും ഭക്ഷണമൊക്കെ കിട്ടിയപ്പോൾ അതിൽ നിന്ന് ആദ്യമായി പ്രവാചകൻ ഒരു ചെറിയ റൊട്ടിയെടുത്ത് പൊതിഞ്ഞുകൊണ്ട് അതിലൽപ്പം മാംസം വെച്ചുകൊണ്ട് പൊതിഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് കൊടുത്തയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ. എന്റെ മോള് കുറെ ദിവസങ്ങളായി പട്ടിണി കിടന്നു എന്ന് ഉള്ള ചരിത്രം നമുക്ക് കാണാൻ. അതുകൊണ്ട് വിശപ്പിന്റെ ഒരു സുഖം അത് അനുഭവിക്കാൻ തയ്യാറാവുമ്പോഴേ നമുക്ക് പിശാചിനെ തോൽപ്പിക്കാൻ കഴിയും. വേറെ നിറച്ചാലുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് നമുക്ക് ധാരാളമായി അറിയാം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യം. ഭക്ഷണം കഴിക്കണ്ട എന്നല്ല, ഏറ്റവും വെറുക്കപ്പെട്ട മോശമായ 6 കാര്യമായിരിക്കും വയറ് നിറച്ചാൽ ഉണ്ടാവുക. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടായിരിക്കും. കാരണം അവന്റെ ചിന്ത ഭക്ഷണത്തെ കുറിച്ച് മാത്രമാണ്. നമ്മൾ അങ്ങനെയാണോ നമ്മൾ പരിശോധിച്ച് നോക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദം നബി അലൈഹിസ്സലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടെ മുതൽ ഇന്നേ വരേക്കുമുള്ള ആ സാർത്ഥവാഹക സംഘം, ആ യാത്രാ സംഘം അവർ ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ട്. അവരെ അനുഗമിക്കുന്നവരാണ് നാം. ഇവിടെ നമുക്ക് അതായിരിക്കണം ചിന്ത. അവരെങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്? ഇതിനു മുമ്പിൽ നമുക്ക് നമ്മുടെ ആമാശയത്തിനെ കുറിച്ചുള്ള മാത്രം ചിന്തയാണെങ്കിൽ ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം തന്നെ ഉണ്ടായിരിക്കുകയില്ല. അധികമായി അമിതമായി വയറു നടക്കുന്നവർ എന്ന് നമുക്ക് കണ്ടെത്താൻ. രണ്ടാമതായിട്ട് ജനങ്ങളോടൊരു അലിവോ കൃപയോ തോന്നുകയില്ല. കാരണം കോടാനുകോടി ജനങ്ങൾ നമ്മുടെ രാജ്യത്തും അതേപോലെ പല രാജ്യങ്ങളിലുമായി അനേകം ആളുകൾ വയറ് നിറയാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കഷ്ടപ്പെടുന്നു. നമുക്കറിയാലോ, നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെ കുറിച്ചുള്ള ചിന്തയുണ്ടാവുകയില്ല. എപ്പോഴും വയറ് നിറക്കുന്നവന്റെ വിചാരം എന്റെ മാതിരി തന്നെയായിരിക്കും എല്ലാവരും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു ആർദ്രതയോ അല്ലെങ്കിൽ ഒരു സങ്കടമോ അലിവോ ഉണ്ടായിരിക്കുകയില്ല. മൂന്നാമതായി, ഒരു വിവാദത്തും ചെയ്യാൻ അവന് സാധ്യമല്ല. കാരണം നമ്മുടെ മനസ്സ് ദുർബലമാകുമ്പോൾ നമ്മുടെ ശരീരം ഭാരമാണ്. നേരത്തെ പറഞ്ഞിരിക്കുന്നു, മനസ്സെപ്പോ ദുർബലമാണോ ശരീരം നമുക്ക് എടുത്ത് അവിടെ എത്തിക്കാൻ കഴിയില്ല. നമസ്കാര സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. നമസ്കാരം അതിന് ശരിയായ രീതിയിൽ നിർവഹിക്കാൻ കഴിയില്ല. ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയില്ല. ഒരു ദിക്ർ പോലും ഉച്ചരിക്കാൻ കഴിയില്ല. നമ്മുടെ ശരീരവും നമ്മുടെ നാക്കൊക്കെ എവിടെ എത്തണോ അവിടെ എത്തിക്കാൻ നമുക്ക് കഴിയില്ല. പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. ഇത് വലിയൊരു അപകടമാണ്. കാരണം മനസ്സ് ദുർബലമാകും. നേരത്തെ പറഞ്ഞല്ലോ, അവന്റെ ആമാശയം നടക്കുമ്പോൾ പിശാച് അവിടെ കൈയടക്കും. ദുർബലമായ മനസ്സിനെ ശക്തമായ പിശാച് കീഴടക്കും. അങ്ങനെ അവന് ഭാരം തോന്നി. ഒന്നിനും അവന് കഴിയില്ല. പഠനത്തിന് തീരെ ഉത്സാഹം ഉണ്ടാവില്ല. എന്നൊരു കവി പാടുകയും വയറു നിറച്ചാലുള്ള അപകടങ്ങൾ. അപ്പൊ മൂന്നാമതായി, അവന്റെ ഇബാദത്ത് ചെയ്യാൻ ഒരിക്കലും സാധ്യമാവുകയില്ല. നാലാമതായി, നല്ല വാക്കുകളോ അല്ലെങ്കിൽ നല്ല തത്വമോ ഉൾക്കൊള്ളാനോ കേൾക്കാൻ അവന് കഴിയില്ല. കാരണം അതൊക്കെ എന്റെ താല്പര്യങ്ങൾക്കെതിരാണ്. എന്റെ താല്പര്യം വയറു നടക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനെതിരായിട്ട് നമ്മൾ എന്ത് നല്ലത് കേട്ടാലും അതൊക്കെ നമ്മൾ തള്ളിക്കളയും. അത് കേൾക്കാൻ നമുക്ക് കഴിയില്ല. എവിടെ നല്ലതുണ്ടോ, എവിടെ നല്ലത് കേൾക്കുന്നുവോ കാണുന്നുവോ അത് സ്വാംശീകരിക്കാനോ ഉൾക്കൊള്ളാനോ നമുക്ക് കഴിയില്ല. അഞ്ചാമതായി, അവൻ ധാരാളം രോഗങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ആറാമതായി, എത്ര ഉറുതി നമ്മളെ എത്ര ക്ലാസ് കേട്ടാലും എത്ര പറഞ്ഞാലും ആവർത്തിച്ച് പറഞ്ഞാലും
അത് നമുക്ക് മനസ്സിലാകാത്തൊരവസ്ഥ. കാരണം അവന്റെ മനസ്സ് ദുർബലമായിരിക്കും. ഒരിക്കൽ പിശാച് വന്ന് മൂസാ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അങ്ങ് കഴിയുക അള്ളാഹുവിനടുക്കൽ വലിയ സ്ഥാനമുള്ള പ്രവാചകനല്ലേ, അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഒന്ന് ശുപാർശ ചെയ്തുകൂടെ? അന്ത്യനാൾ വരെ എന്നേക്കും ക്ഷമിക്കപ്പെട്ടവനായി എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അങ്ങേക്കൊരു ശുപാർശ ചെയ്തുകൊണ്ട് എന്നെ ഒന്ന് രക്ഷിച്ചുകൂടെ എന്ന് മൂസാ അലൈഹിസ്സലാമിനോട് ആവലാതിക്കുന്നു. അങ്ങ് അള്ളാഹുവിനടുക്കൽ വലിയ സ്ഥാനമുള്ള പ്രവാചകനാണ്. ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ. അപ്പോ മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ശുപാർശ. അങ്ങനെ അള്ളാഹുവിനോട് ശുപാർശ ചെയ്തപ്പോൾ അള്ളാഹു പറഞ്ഞു, പണ്ട് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സുജൂദ് ചെയ്തില്ല എങ്കിൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ശവകുടീരം എവിടെയാണോ, അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാണോ, അവിടെ പോയി ഒന്ന് സാട്ടാനും പ്രണമിക്കണം, ഒന്ന് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ഓ ജീവിച്ചിരിക്കുമ്പോ ഞാൻ സുജൂദ് ചെയ്തില്ല, എന്നിട്ട് മരിച്ചു പോയിട്ട് ഞാൻ സുജൂദ് ചെയ്തു. അതെനിക്ക് അവിടെ വേറെ എന്തെങ്കിലും ഉപാധി കിട്ടുന്നു, വേറെ ഉപാധിയൊന്നുമില്ല. അപ്പൊ പിശാച് പറഞ്ഞു, ഏതായാലും അങ്ങേക്ക് എന്നോട് കനിവ് തോന്നിയിട്ട് അള്ളാഹുവിനോട് ശുപാർശ ചെയ്തല്ലോ, അതുകൊണ്ട് ഞാൻ 3 ഉപദേശങ്ങൾ താങ്കൾക്ക് തരാം. ഒന്ന്, ഉദുക്കുറിന്റെ ദൈവ തവളവും, ദേഷ്യം പിടിക്കുമ്പോ എന്നെ നന്നായിട്ട് ഓർക്കണം. ഞാൻ കളിക്കും, അപകടത്തിൽപ്പെടുത്തും. ഫൈനി അജിരിനിക്ക മജറന്തം, അങ്ങയുടെ രക്തം എവിടെയൊക്കെ പ്രവഹിക്കുന്നോ അവിടെയൊക്കെ ഞാൻ പ്രവഹിച്ചുകൊണ്ടിരിക്കും. ദേഷ്യം പിടിക്കുമ്പോ അത് ഞാനാണ്, പിശാച്ചാണ്, എന്നെ കുറിച്ച് ഓർമ്മയുണ്ടാവണം. 3-ാമത്, വഹിനം തരംത സഹഫ്, നീ ശത്രുക്കളുമായി പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞാൻ വരും. എന്നിട്ട് എന്റെ ജീവിതം, സുഖപ്രദമായ ജീവിതം, എന്റെ ഭാര്യ, മക്കള്, കുടുംബങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കും. അങ്ങനെ നീ പിന്തിരിഞ്ഞോടും. നീ വളരെയധികം സൂക്ഷിക്കണം. 4-ാമതായി, നീ ഒരു സ്ത്രീയോട് ഒന്നിച്ചിരിക്കുമ്പോൾ, സ്ത്രീ ഉദാഹരണം, ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. അവിടെ പിശാച് പറയുന്നു, ഫഇന്നി റസൂലുഹാ ഇലൈകി വറസൂലുകി വറസൂലുക ഇലൈഹ, എന്നെ അവളിലേക്ക് എത്തിക്കാനും അവളെ എന്നിലേക്ക് എത്തിക്കാനും പരസ്പരമുള്ള ഒരു ബന്ധമായി, പാലമായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സ്ത്രീകൾ അന്യസ്ത്രീകളുമായി അവിടെ ഒന്നിച്ച് നിൽക്കാൻ പാടില്ലായിരുന്നു. ഈ 3 സ്ഥലത്ത് എന്നെ ഓർക്കണം എന്ന വലിയൊരു മഹത്തായ തത്വോപദേശം മൂസാ അലൈഹി ഇസ്ലാമിന് പിശാച് നൽകുന്നതായി ഈ ചരിത്രത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഈ നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളിൽ, എതിരാളികളിൽ, ശത്രുക്കളിൽ 4-ാമതും 5-ാമതായും പറഞ്ഞ മനസ്സ്, അതേപോലെ പിശാച്, ആ മനസ്സ് എവിടെ ദുർബലമാകുന്നോ അവിടെയാണ് പിശാച് കയറിക്കൂടി നമ്മെ പരാജയപ്പെടുത്തുക. അതിന് നാം തന്നെ മുൻകരുതലുകൾ ഒരുക്കിക്കൊണ്ട് പിശാചിനെ നേരിടാനുള്ള ശക്തിയും ആർജവും നേടിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല